ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സ്റ്റഡി ടൈം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റെക്കഗ്നിഷൻ അണ്ടർ ഇൻ്റർനാഷണൽ ലോ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ദ ടേം റെക്കഗ്നിഷൻ മീൻസ് റാറ്റിഫിക്കേഷൻ, കൺഫർമേഷൻ, അക്നോളജ്മെൻറ്റ്. അതായത് റെക്കഗ്നിഷൻ എന്ന പദത്തിൻ്റെ അർത്ഥം അംഗീകരിക്കുക, സ്ഥിരീകരണം എന്നിവയാണ്. നമുക്കറിയാം, ഒരു ന്യൂ സ്റ്റേറ്റ് എമേർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ന്യൂ സ്റ്റേറ്റ് എമേർജസ് ത്രൂ ഇൻഡിപെൻഡൻസ്, സെസഷൻ ഓർ ഡെസൊല്യൂഷൻ ഓഫ് എ ഫോമർ സ്റ്റേറ്റ്, അല്ലേ? അതായത് ഒരു രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്നതിലൂടെയോ നിലവിലുള്ള സംസ്ഥാനത്തെ വിഭജിച്ചുകൊണ്ടോ മറ്റൊരു സംസ്ഥാനമായി പിറവിയെടുക്കുന്നു. ഇത്തരത്തിൽ പുതിയൊരു രാജ്യം ഫോം ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റിന് ചില അവകാശങ്ങളും കടമകളും പദവികളൊക്കെ ലഭിക്കേണ്ടതായുണ്ട്. പക്ഷേ അതിന് പുതിയതായി ഫോം ചെയ്ത ആ ഒരു എൻറ്റിറ്റിക്ക് ഒരു സംസ്ഥാനം, ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ ഒരു അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്, വിച്ച് ഈസ് വെരി എസെൻഷ്യൽ. അതായത് ഒരു പുതിയ സംസ്ഥാനത്തെ നിലവിലുള്ള രാജ്യങ്ങൾ ഒരു രാജ്യമായി അല്ലെങ്കിൽ തങ്ങളിൽ ഒരു അംഗമായി, അതായത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഒരംഗമായി അംഗീകരിക്കുന്ന പ്രോസസ്സിനെയാണ് ഇൻ്റർനാഷണൽ ലോയിൽ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു അംഗീകാരം വഴി അവർക്ക് ചില അവകാശങ്ങളും കടമകളും ലഭ്യമാകുന്നു. ഇനി നമുക്കതിൻ്റെ ഡെഫിനേഷനിലേക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഒപ്പൻഹൈമിൻ്റെ അഭിപ്രായത്തിൽ റെക്കഗ്നിഷൻ എന്ന ഒരു പ്രോസസ്സിലൂടെ ഒരു സംസ്ഥാനത്തെ അന്താരാഷ്ട്ര സമൂഹത്തിലെ, അതായത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലെ ഒരു അംഗമായി അംഗീകരിക്കുകയും ആ ഒരു സംസ്ഥാനം ഇൻ്റർനാഷണൽ ലോ അനുശാസിക്കുന്ന സംസ്ഥാന പദവിക്ക് അനുയോജ്യമായ വ്യവസ്ഥകൾ നിറവേറ്റുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കലുമാകുന്നു. ചുരുക്കി പറഞ്ഞാൽ റെക്കഗ്നിഷൻ എന്നാൽ ഒരു സംസ്ഥാനം മറ്റൊരു എൻറ്റിറ്റിയെ ഒരു സംസ്ഥാനമായി ഔപചാരികമായി അംഗീകരിക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്തിന് റെക്കഗ്നിഷൻ ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടതായുണ്ട്. അതായത് ആ പുതിയതായിട്ട് ഫോം ചെയ്ത എൻറ്റിറ്റിക്ക് സ്റ്റേറ്റ്ഹുഡിന് വേണ്ട ചില ക്രൈറ്റീരിയാസ് ആവശ്യമായിട്ടുണ്ട്. അപ്പം അതാണ് എസെൻഷ്യൽസ് എന്ന് പറയുന്നത്. ഒരു റെക്കഗ്നിഷന് വേണ്ട എസെൻഷ്യൽസ് എന്തെല്ലാമാണ്? 1933 മോണ്ടെവീഡിയോ കോൺഫറൻസിൻ്റെ ആർട്ടിക്കിൾ 1 ഒരു സ്റ്റേറ്റിനെ ഒരു വ്യക്തിയായി നിർവചിക്കുകയും ഒരു സംസ്ഥാനമായി അംഗീകാരം നേടുന്നതിന് ഒരു സ്റ്റേറ്റിന് ആവശ്യമായി വരുന്ന വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്ന് നിർവചിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ആർട്ടിക്കിൾ 1 ഓഫ് ദി മോണ്ടെവീഡിയോ കോൺഫറൻസ് 1933 define the state as a person and lay down the following essentials that an entity should possess in order to acquire recognition as a state. What are they? First one, population, territory, government, sovereignty, control should tend towards permanency. അപ്പോൾ എന്തെല്ലാമാണ് ആ വ്യവസ്ഥകളെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഒരു പോപ്പുലേഷനാണ്, അല്ലേ? പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിര ജനസംഖ്യ. ഇൻ്റർനാഷണൽ ലോ ആ ഒരു പോപ്പുലേഷന് എത്ര സൈസ് വേണമെന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല. അത് ലാർജ് ആകാം അല്ലെങ്കിൽ ഹോമോജീനിയസ് ആകാം. ഒരു സ്ഥിര ജനസംഖ്യ അത് ഒരു എസെൻഷ്യലായിട്ടുള്ള ഒരു ഘടകമാണ്. സാധാരണ നമുക്കറിയാം, അല്ലേ? ഒരു രാജ്യത്തെ എടുക്കുക, ആ രാജ്യമാവണമെങ്കിൽ എന്തെല്ലാം എസെൻഷ്യൽസ് ആവശ്യമാണ് നമുക്കറിയാം. നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ, ഒരു രാജ്യമാവണമെങ്കിൽ അവിടെ ഒരു ജനസംഖ്യ വേണം, ഒരു ടെറിട്ടറി ഉണ്ടായിരിക്കണം, അവർക്കൊരു ഗവൺമെൻറ് ഉണ്ടായിരിക്കണം, ആ ഗവൺമെൻറ്റിന് പരമാധികാരം ഉണ്ടായിരിക്കണം, അവർക്കൊരു പെർമനൻസി ഉണ്ടായിരിക്കണം. ഇതെല്ലാം തന്നെയാണ് ഇൻ്റർനാഷണൽ ലോയിൽ ഒരു സ്റ്റേറ്റ്ഹുഡിന് വേണ്ട ക്രൈറ്റീരിയാസ്. അപ്പോൾ ഫസ്റ്റ് വൺ പോപ്പുലേഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലേഷൻ ഒരു പ്രത്യേക സൈസ് ഒന്നും ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല.
അടുത്തതായിട്ട് വരുന്നത് ടെറിട്ടറിയാണ്. ടെറിട്ടറി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റിന് വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു പ്രദേശം ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. ഇതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ. മൂന്നാമത്തത് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സോവറിനിറ്റി ആവശ്യമായ ഒരു ഘടകമാണ്. അതായത് ഒരു സ്റ്റേറ്റിന് അതിൻ്റെ ടെറിട്ടറിയെയും പോപ്പുലേഷനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഗവേണിംഗ് ബോഡി ഉണ്ടായിരിക്കണം. ആൻഡ് ദ ഗവൺമെൻറ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് മെയിൻറ്റെയിനിങ് ഓർഡർ ആൻഡ് പ്രൊവൈഡിങ് സർവീസസ്. അതായത് ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടാവണം, അത് നിർബന്ധമാണ്. ഇതിനൊരു പെർമനൻസി, ഒരു സ്ഥിരതയും ആവശ്യമാണ്. അതായത് ഒരു രാജ്യത്തെ ഒരു രാജ്യമായി അംഗീകരിക്കണമെങ്കിൽ ഒരു സ്റ്റേറ്റ്ഹുഡിന് വേണ്ട ചില ക്രൈറ്റീരിയാസ് നിർബന്ധമാണ്. അതേതൊക്കെയാണ്? പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെൻറ്, സോവറിനിറ്റി ആൻഡ് പെർമനൻസി. If these conditions are fulfilled, then the state can be recognized. ഇനി നമുക്ക് കെൽസൻ്റെ ഡെഫിനേഷനിലേക്ക് നോക്കിയാൽ നമുക്ക് കാര്യം മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു രാജ്യത്തിന് ഒരു അംഗീകാരം ലഭിക്കണമെങ്കിൽ ആ രാജ്യം പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് ആയിരിക്കണം, അതായത് രാഷ്ട്രീയമായി സംഘടിതമായിരിക്കണം. 2, ഹാവ് കൺട്രോൾ ഓവർ എ ഡെഫിനിറ്റ് ടെറിട്ടറി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊരു നിശ്ചിത പ്രദേശത്തെ നിയന്ത്രണം ഉണ്ടായിരിക്കണം. ആൻഡ് വിച്ച് ടെൻഡ് ടുവേർഡ് പെർമനൻസ് ആൻഡ് മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ്. കൂടാതെ സ്വതന്ത്രമായിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് റെക്കഗ്നിഷൻ ലഭിക്കാനുള്ള എല്ലാ എസെൻഷ്യൽസും ആയി എന്നാണ്. അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തെ നമുക്ക് ഇൻ്റർനാഷണൽ പേഴ്സണായിട്ട് ഡിഫൈൻ ചെയ്യാം എന്നാണ് കെൽസൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരു പുതിയ എൻറ്റിറ്റിയെ ഒരു സോവറിൻ സ്റ്റേറ്റായിട്ട് അംഗീകരിക്കുന്നത് 2 പ്രധാന തിയറികളെ അടിസ്ഥാനമാക്കിയാണ്. അതായത് ഈ ഒരു റെക്കഗ്നിഷൻ 2 തിയറിയെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. 1 കോൺസിക്യൂട്ടീവ് തിയറി, 2 ഡിക്ലറേറ്ററി തിയറി. അപ്പോൾ നമുക്ക് കോൺസിക്യൂട്ടീവ് തിയറി നോക്കാം. ഈ ഒരു തിയറിയുടെ മെയിൻ എക്സ്പോണൻസ് എന്ന് പറയുന്നത് ഓപ്പൻഹൈം, ഹെഗൽ ആൻഡ് ആൻസ്ലോട്ടിയാണ്. ഈ ഒരു തിയറി അനുസരിച്ച് ഒരു സംസ്ഥാനത്തെ ഒരു അന്താരാഷ്ട്ര വ്യക്തിയായി കണക്കാക്കുന്നതിന് എക്സിസ്റ്റിംഗ് സംസ്ഥാനങ്ങൾ ആ ഒരു സ്റ്റേറ്റിനെ അംഗീകരിക്കേണ്ടത് ആവശ്യമാണ്. അതായത് ഇത്തരത്തിൽ അംഗീകരിച്ചാൽ മാത്രമേ ഒരു സംസ്ഥാനത്തിന് ഒരു അന്താരാഷ്ട്ര വ്യക്തിയുടെ പദവി ലഭിക്കുകയുള്ളൂ എന്നും അന്താരാഷ്ട്ര നിയമത്തിന് വിധേയമാവുകയുമുള്ളൂവെന്നും ഈ ഒരു തിയറി നിഷ്കർഷിക്കുന്നു. സോ even if an entity possesses all the characteristics of a state, it does not get the status of an international person unless recognized by the existing state. അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി സെവറൽ ജൂറിസ്റ്റ് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു തിയറിയുടെ അനുസരിച്ച് ഒരു പുതിയ സംസ്ഥാനത്തെ നിലവിലുള്ള ചില സംസ്ഥാനങ്ങൾ അംഗീകരിക്കുകയും മറ്റ് സംസ്ഥാനങ്ങൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ റെക്കഗ്നിഷൻ സാധ്യമല്ല. ഇത് ഈ ഒരു തിയറിയുടെ ഡ്രോബാക്കാണ്. അതായത് ഒരു പുതിയ സംസ്ഥാനം നിലവിൽ വരുമ്പോൾ നിലവിലുള്ള ചില സംസ്ഥാനങ്ങൾ അവ അംഗീകരിക്കുകയും മറ്റു ചിലർ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് റെക്കഗ്നിഷൻ സാധ്യമല്ലാതെ വരുന്നു. അപ്പോൾ ഈ ഒരു തിയറി അനുസരിച്ചിട്ട് ഇത് ഈ ഒരു തിയറിയുടെ വലിയൊരു ഡ്രോബാക്കായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്തതാണ് ഡിക്ലറേറ്ററി തിയറി. അക്കോർഡിംഗ് ടു ദിസ് തിയറി, എനി ന്യൂ സ്റ്റേറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി കൺസെൻറ്റ് ബൈ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ്. അതായത് ഈ ഒരു തിയറി അനുസരിച്ച് ഏതൊരു പുതിയ സംസ്ഥാനവും നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ സമ്മതത്തിൽ നിന്ന് സ്വതന്ത്രമാണ്. അതായത് മറ്റ് രാജ്യങ്ങളുടെ അംഗീകാരം ആവശ്യമില്ല. ദാറ്റ് ഈസ്, ഒരു പുതിയ സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് നിലവിലുള്ള സംസ്ഥാനത്തെ അംഗീകരിക്കുന്നതിനെ ആശ്രയിക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തിന് മുമ്പ് തന്നെ ഒരു ഇൻ്റർനാഷണൽ നിയമപ്രകാരം പുതിയ സംസ്ഥാനത്തിന് അതിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവകാശമുണ്ട്. നമുക്ക് വേരിയസ് മോഡ്സ് ഓഫ് റെക്കഗ്നിഷൻ നോക്കാം. അതായത് ഇൻ്റർനാഷണൽ ലോയിൽ സ്റ്റേറ്റിനെ അംഗീകരിക്കുന്നതിന് 2 രീതികളുണ്ട്. അതായത് ഈ 2 മോഡ്സിലൂടെയാണ് ഒരു സ്റ്റേറ്റിന് റെക്കഗ്നിഷൻ ഗ്രാൻഡ് ചെയ്യുന്നത്.
ഒന്ന് ഡി ഫാക്ടോ റെക്കഗ്നിഷൻ, രണ്ട് ഡി ജൂറെ റെക്കഗ്നിഷൻ. ഇതാണ് ആ രണ്ട് രീതികൾ. അപ്പോൾ ഡി ഫാക്ടോ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഡി ജൂറെ അംഗീകാരം നൽകുന്നതിനുള്ള ഒരു പ്രാഥമിക ഘട്ടം, അതായത് ഒരു പ്രൈമറി സ്റ്റെപ്പാണ് ഡി ഫാക്ടോ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. അതായത് ഡി ജൂറെ റെക്കഗ്നിഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കുന്നതാണ് ഡി ഫാക്ടോ റെക്കഗ്നിഷൻ. ഇത് താൽക്കാലികമായിട്ട് ഗ്രാൻറ്റ് ചെയ്യുന്നതാണ്. അതായത് ഒരു പുതിയ സംസ്ഥാനത്തിന് മതിയായ ശേഷിയില്ലെന്നും എന്നാൽ പുതിയ സംസ്ഥാനത്തിന് മതിയായ ടെറിട്ടറിയും ആ പ്രദേശത്തിൽ മേൽ നിയന്ത്രണവുമുണ്ടെന്ന് നിലവിലുള്ള മറ്റ് രാജ്യങ്ങൾക്ക് അഭിപ്രായമുണ്ടാകുമ്പോൾ ഡി ഫാക്ടോ റെക്കഗ്നിഷൻ ഗ്രാൻറ്റ് ചെയ്യുന്നു. ഇറ്റ് ക്യാൻ ഐദർ ബി കണ്ടീഷണൽ ഓർ വിത്തൗട്ട് എനി കണ്ടീഷൻ. അതായത് ഡി ഫാക്ടോ റെക്കഗ്നിഷൻ ഗ്രാൻറ്റ് ചെയ്യുന്നത് ചില കണ്ടീഷനോടുകൂടിയോ അല്ലെങ്കിൽ ചില ഉപാധികൾ ഇല്ലാതെയോ ഈ ഒരു റെക്കഗ്നിഷൻ ഗ്രാൻറ്റ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, ഈ ഡി ഫാക്ടോ റെക്കഗ്നിഷൻ നമുക്ക് എളുപ്പത്തിൽ റിവോക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് എ ടെമ്പററി കൂടിയാണ്. ആൻഡ് ദി സ്റ്റേറ്റ് ഹാവിംഗ് ഡി ഫാക്ടോ റെക്കഗ്നിഷൻ cannot enjoy diplomatic immunities. So we can take it as a test of control for newly formed states. രണ്ടാമത്തെ ഒരു മോഡാണ് ഡി ജൂറെ റെക്കഗ്നിഷൻ. അതായത് നിലവിലുള്ള രാജ്യങ്ങൾക്ക് പുതിയ സംസ്ഥാനത്തിന് എല്ലാ യോഗ്യമായ ശേഷി ഉണ്ടെന്ന് അഭിപ്രായമുണ്ടെങ്കിൽ, അതായത് ഒരു സ്റ്റേറ്റ് ഹുഡിന് വേണ്ട എല്ലാ എസെൻഷ്യൽസും നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഒരു ഗവൺമെൻറ് വേണം, ടെറിട്ടറി വേണം, ഒരു സോവറിനിറ്റി വേണം, ഒരു പെർമനൻസി വേണം. ഇതെല്ലാം ഉണ്ട് എന്ന് ഒരഭിപ്രായമുണ്ടെങ്കിൽ അത്തരം സംസ്ഥാനം ഡി ജൂറെ അംഗീകാരത്താൽ അംഗീകരിക്കപ്പെടും. ഡി ജൂറെ മോഡ് പ്രകാരം അംഗീകാരം നൽകുന്നതിന് ആദ്യ മോഡ് പൂർത്തീകരിക്കേണ്ട ആവശ്യമില്ല. അതായത് ഡി ഫാക്ടോ റെക്കഗ്നിഷൻ ഇവിടെ ആദ്യം ഗ്രാൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു സംസ്ഥാനം എല്ലാ സ്റ്റേറ്റ് ഹുഡിന് വേണ്ട എല്ലാ ക്രൈറ്റീരിയാസും ഇതിനുണ്ട് എന്ന അഭിപ്രായം വരുമ്പോൾ നമുക്ക് ഡി ജൂറെ മോഡ് തന്നെ കൊടുക്കാവുന്നതാണ്. ആൻഡ് it is granted when the newly formed state acquire permanent stability and statehood. ഇത് ഒരു കാരണവശാലും റിവോക്ക് ചെയ്യപ്പെടാൻ പറ്റില്ല. ഡി ഫാക്ടോ അല്ല, ഡി ജൂറെ റെക്കഗ്നിഷനുള്ള സ്റ്റേറ്റ്സിന് ഒരു ഇമ്മ്യൂണിറ്റീസും ഒരു ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റീസും മറ്റു രാജ്യത്തിന് പോലെ തന്നെ എല്ലാ അവകാശങ്ങളും അബ്സല്യൂട്ടായിട്ടുള്ള റൈറ്റ്സും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ രണ്ട് രീതിയിലൂടെയാണ് നമ്മളൊരു സ്റ്റേറ്റിന് റെക്കഗ്നിഷൻ ഗ്രാൻറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു സ്റ്റേറ്റിന് റെക്കഗ്നിഷൻ നേടിക്കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റേറ്റ് ഹുഡിന് ലഭ്യമാവുന്ന എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ആസ്വദിക്കാൻ കഴിയും. മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാനും മറ്റു കരാറുകളിൽ ഏർപ്പെടാനുമുള്ള കഴിവ് നേടുന്നു. UN-ൽ അംഗമാകാനും മറ്റ് എല്ലാ വിധത്തിലുള്ള ഒരു സ്റ്റേറ്റിന് വേണ്ട എല്ലാ അവകാശങ്ങളും റൈറ്റ്സും ഇമ്മ്യൂണിറ്റീസും ആ റെക്കഗ്നൈസ്ഡ് സ്റ്റേറ്റിന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ റെക്കഗ്നിഷൻ എന്ന ടോപ്പിക്കിൽ നമ്മളിവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സബ് ടോപ്പിക്സ്. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. എന്താണ് റെക്കഗ്നിഷൻ? ഇൻ്റർനാഷണൽ ലോയിൽ റെക്കഗ്നിഷൻ അഥവാ അംഗീകാരം എന്നാൽ നിലവിലുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിൽ പുതിയതായി രൂപം കൊണ്ട സ്റ്റേറ്റ് ഇൻ്റർനാഷണൽ നിയമത്തിൽ ഒരു സ്റ്റേറ്റ് ഹുഡിന് വേണ്ട വ്യവസ്ഥകൾ എല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അഭിപ്രായപ്പെടുകയും തൻഫലമായി ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലെ ഒരംഗമായി ആ സംസ്ഥാനത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുന്ന പ്രോസസ്സ്. ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? റെക്കഗ്നിഷൻ, സ്റ്റേറ്റ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു, ഇത്തരത്തിൽ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ
ഒരു സ്റ്റേറ്റ്ഹുഡിന് വേണ്ട എല്ലാ ക്രൈറ്റീരിയാസും വേണം. അതായത് പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെൻറ്, സോവറിനിറ്റി ആൻഡ് പെർമനൻസി. 2 മോഡ്സാണുള്ളത്. ഏതൊക്കെയാണ്? ഡി ഫാക്ടോ റെക്കഗ്നിഷൻ ആൻഡ് ഡി ജൂറെ റെക്കഗ്നിഷൻ. പ്രധാനമായിട്ടും 2 തിയറീസാണ്. ഒന്ന് കോൺസിക്യൂട്ടീവ് തിയറി ആൻഡ് അതർ വൺ ഈസ് ഡിക്ലറേറ്ററി തിയറി. അപ്പോൾ ഇത്രയാണ് റെക്കഗ്നിഷൻ എന്നുള്ള ടോപ്പിക്ക്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് നമുക്കിനി കാണാം.